ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇറ്റ് ഹാസ് ബീൻ സച്ച് എൻ അമേസിങ് ട്രിപ്പ്. ഇത്രയും ഞാനൊരു ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത ട്രിപ്പ് അടുത്തോടൊന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. സ്ഥലം വാസ് ഗുഡ്. എൻറ്റയർ ട്രിപ്പ് വാസ് സേഫ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ബൈ ഗോഡ്സ് ഗ്രേസ്, ബൈ എവറിത്തിങ് ഹാഡ് ലോഡ്സ് ഓഫ് ഫൺ. ഇനിയുള്ള പ്രശ്നം കുറേ പെട്ടികളുണ്ട്. 8 പെട്ടി 9 പെട്ടിയോളം ഉണ്ട്. ഇതെല്ലാം വലിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറിയാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്നത്. വ്ളോഗിലെ മെയിൻ കാര്യം എനിക്ക് ഹോങ്കോങ് എയർപോർട്ട് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ട്. ഐ തിങ്ക് സോ ഇറ്റ് വിൽ ബി എ ഗുഡ് എയർപോർട്ട്. പക്ഷേ ഇവിടുന്ന് മെട്രോ ഇസ് എക്സ്പെൻസീവ്. മെട്രോ ഒരാൾക്ക് ഒരു 1700 രൂപയാവും. ടാക്സി, ഒരു ചെറിയ ടാക്സീസ് ലൈക്ക് അറൌണ്ട് 6000 റുപ്പീസ്. അപ്പോൾ 2 ടാക്സി വന്നാൽ പോലും ചിലപ്പോൾ സാധനങ്ങൾ കയറില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് ബസ്സാണ്. ദാറ്റ് മൈ ബി ഒരു 500 റുപ്പീസും വല്ല ആയിരിക്കും ഒരാൾക്ക്. അത് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മുടെ ലഗേജൊക്കെ നമ്മളിവിടെ തന്നെ വെച്ച്, ഇവിടെയൊക്കെ ലഗേജ് എയർപോർട്ടിലേക്ക് ലഗേജ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സോ ഇവിടെയൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് കയറി പോയിരിക്കുക. എന്തായാലും ഞാൻ ഇത്രയും യാത്ര ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ വൈസും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ക്വാളിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം ഹോങ്കോങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ജസ്റ്റ് ഇത് ബിൽഡിങ്സ് ഒക്കെ വേറെ ലെവലും, എല്ലായിടത്തേക്കും ഒന്നില്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രാം അല്ലെങ്കിൽ മെട്രോ. ഇതില്ലാത്ത ഒരു സ്ഥലവും ഹോങ്കോങ്ങില്ല. ഒബ്വിയസ്ലി ഹോങ്കോങ് ഇസ് എ സ്മോൾ പ്ലേസ്, പക്ഷെ എന്നാലും അതുപോലെ തന്നെ ഈ മേളിൽ കാണുന്നൊക്കെ വാക്ക് വേസ് ആണ്. ഇൻക്രെഡിബിൾ വാക്ക് വേസ് ആണ്. എല്ലായിടത്തേക്കും നമുക്ക് ഇതുപോലെ ഷെയ്ഡിൽ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മെയിൻ ഏരിയയിലും മോൾസിലേക്കും അങ്ങനെയൊക്കെ. എന്തായാലും സംഭവം തന്നെ ഹോങ്കോങ് അടിപൊളി. വീണ്ടും വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാണുന്നൊക്കെ ഉണ്ടല്ലോ പോർട്ടാണ്. പിന്നെ ജെറിനൊക്കെ പണ്ട് ഷിപ്പിൽ വർക്ക് ചെയ്തപ്പോൾ ഇവിടെ ബങ്കർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. എന്തൊരു വലിയ പോർട്ടാന്ന് അറിയോ? ഞാൻ സിംഗപ്പൂർ പോർട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് അതിനെക്കാട്ടി വലുതാണെന്ന് ഹോങ്കോങ് പോർട്ട്. അങ്ങനെ ഹോങ്കോങ് എയർപോർട്ട് എത്തി. പക്ഷെ ഞങ്ങൾക്ക് അധികം സമയമൊന്നും ഇല്ല. എയർപോർട്ട് കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ വളരെ ലേറ്റായി. നമ്മൾ ഏകദേശം 2 മണിക്കൂറുള്ള ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ലഗേജ് ഒക്കെ ഓവറാണ്. സോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്ന് കൺക്ലൂഷൻ പോലെ എടുക്കാതെ. സാധാരണ നമ്മൾ ടാക്സി പോകുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എയർപോർട്ടിൽ നല്ല ടൈം കിട്ടാറുണ്ട്. പക്ഷേ ഇത് ടാക്സിയുടെ ഡബിൾ ടൈം എടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോഴും ലേറ്റായി. ഇനിയിപ്പോൾ എയർപോർട്ടിലെ ലഗേജ്, അതാണ് എപ്പോഴും ഉള്ളൊരു ടെൻഷൻ. കിട്ടുന്ന എയർപോർട്ടായിരുന്നു ഹോങ്കോങ്ങിൽ. ലോഞ്ചിലൊക്കെ കയറാനുള്ള കാർഡും ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും മിക്കവാറും സമയം കാണില്ല. ഹോങ്കോങ്ങിലെ വെതർ സൂപ്പറാണ് കേട്ടോ. നമുക്ക് സാധാരണ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഭയങ്കര ചൂടല്ലേ. പക്ഷേ ഹോങ്കോങ്ങിൽ നമുക്ക് ഈ മാസം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ നന്നായി വെതർ എൻജോയ് ചെയ്യാം. സമ്മേഴ്സ് ഭയങ്കര ചൂടാണ്. എയർപോർട്ട് സൂപ്പറായിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കയറ്റി. സമാധാനമല്ലോ. പ്രിയ അവിടെ നിന്ന് അതിന്റെ ഇടയ്ക്ക് മാക്സിമം തോറ്റോളാന്ന് ഒന്നും അറിഞ്ഞൂടാ. ചില പെട്ടിക്കൊക്കെ 5 കിലോ ഒക്കെ കൂടുതൽ. അല്ല, അത് അവരുടെ ഒന്നും നോക്കിയൊന്നുമില്ല, വെറുതെ എന്തായാലും ലോഞ്ചിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. മാരത്തോൺ ഓടാനാ ഓടിയോ? മാരത്തോൺ ഓടിക്കഴിഞ്ഞാൽ ഹോങ്കോങ്ങിൽ ഒരു നൈറ്റ് ഫ്രീ സ്റ്റേ. അതെ, ഇപ്പൊ മാരത്തോൺ ഓടിയെങ്കിൽ ആ ഫ്ലൈറ്റ് പോകും, പിന്നെ ഓടേണ്ടി വരും. ഇവിടെ മൊത്തം ഉണ്ടല്ലോ, നല്ല ഡ്യൂട്ടി ഫ്രീ ആണ്. പക്ഷെ ഒന്നും ഹോങ്കോങ് ഡിസ്നിലാൻഡ് സ്റ്റോർ അമ്പോ അത് കൊള്ളാലോ. പക്ഷെ ഒന്നിനും സമയമില്ല. അത്രയും ടൈറ്റ് ആയി പോയി. അല്ലെങ്കിൽ എയർപോർട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ, എസ്പെഷ്യലി ഹോങ്കോങ് എയർപോർട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാ. ജെറി വേറെ എങ്ങോട്ടൊക്കെയോ തെറ്റിയാണ് ഞങ്ങൾ 2 തവണ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ആള്. ഡിസ്നിലാൻഡിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഡിസ്നിയുടെ സാധനങ്ങളൊക്കെ വേഗം ഒന്നും കണ്ട. അയ്യോ, പക്ഷെ സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി ഓരോ സാധനങ്ങൾ വാങ്ങായിരുന്നു കേട്ടോ. അയൺമാൻ്റെ കൈയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇതിനെന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് അയൺമാൻ്റെ പ്രൊജക്ടർ കൈ വരെ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അത് ഈ ഡിസ്നി സ്റ്റോറിൽ നിന്ന്. ചുമ്മാ ഒരു കാര്യമില്ലായിരുന്നു കയറുണ്ട്. ഒക്കെ നോക്കിക്ക് വലിയ ഡ്യൂട്ടി ഫ്രീ ഏരിയ ഒക്കെയാണ്. ഓബ്വിയസ്ലി ഹോങ്കോങ് എയർപോർട്ട് അല്ലേ, പക്ഷെ നല്ല ലേ ഔട്ടാണ്. ഭയങ്കര ലൈക്ക് ഈസി ടു സീ, ഈസി ടു എൻജോയ്. ഒരുപാട് അഫോർഡബിൾ ഈറ്ററീസ് ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല വെളിയിലും കാട്ടി. പക്ഷെ നല്ല കിടില എയർപോർട്ട് അല്ലേ. ലോഞ്ചിലൊക്കെ ഒന്നും അവരെ ഓടിപ്പോയി. ഞാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഈ ഹെർമെസിൽ നല്ല സ്ലിപ്പ് ഓൺ ഷൂസ് കിട്ടും കേട്ടോ. ഒരു പുതിയ മോഡലും കണ്ടിട്ടുണ്ട്. അത് എയർപോർട്ടിൽ, ഹോങ്കോങ് എയർപോർട്ടിൽ ഏറ്റവും ചീപ്പസ്റ്റും കേട്ടിട്ടുണ്ട്. സോ അതൊന്ന് കയറി വാങ്ങണം. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് എയർപോർട്ടൊന്നും ലൈക്ക് എയർപോർട്ട് ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ഷോപ്പിംഗ് മോളിൻ്റെ ലെവൽ ഓഫ് ഷോപ്പിംഗ് ആണ് എല്ലാ എയർപോർട്ട്സും, ഇന്ത്യ ഒഴികെ. ഈ ഏഷ്യൻ കൺട്രീസ് എല്ലാം ഭയങ്കര ലാവിഷാണ്. ഹോങ്കോങ് ആക്ച്വലി ഭയങ്കര കമ്പാരിറ്റീവ്ലി വില കുറവ് ഏഷ്യൻ കൺട്രീസിൽ ഹോങ്കോങ്ങാണ്. ചീപ്പല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി വില കുറവാണ്. നല്ല രസമുണ്ട്. വേൾഡിലെ ഫസ്റ്റ് ടീ ബാഗോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. കിഡിലൻ ടീ ആണ് ഇവരുടെ. ഭയങ്കര രസമുണ്ട് ഈ എയർപോർട്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ഹോങ്കോങ്ങിലേക്ക് വരുവാണെങ്കിൽ
എയർപോർട്ടിലേക്ക് കുറച്ച് നേരത്തെ വരുമോ, കാരണം കാണാൻ കുറേ ഉണ്ട്. ബ്രാൻഡ്സ് എല്ലാം ഉണ്ട്, ഷോപ്പിങ്ങിനൊക്കെ അടിപൊളിയാണ്, പക്ഷെ കുറേ കറങ്ങാനുണ്ട്. ഇഷ്ടംമാതിരി ടൈം കിട്ടും, എപ്പോഴും കിട്ടാറുണ്ട്, എപ്പോഴും നമുക്ക് സമയം കിട്ടാറുണ്ട് എയർപോർട്ടിൽ. ഇത്തവണ മാത്രം കിട്ടിയില്ല, പക്ഷെ പ്രശ്നമില്ലാതെ കയറിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇതേ പറഞ്ഞത് ഭയങ്കര ഓർഗനൈസ് ആണ്. കണ്ടോ, മുകളിൽ മൊത്തം ഫുഡ് കോർട്ട്സ് ആണ്, അടിയിൽ മൊത്തം ഷോപ്പിംഗ്. സോ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് പ്ലേസസ്. ഇവിടുത്തെ പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ടൈം വേണം, കാരണം ഗേറ്റ്സ് ഒക്കെ ഒരുപാട് ദൂരെയാണ്. ഇത് 530 ഗേറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ട്. ചില ഗേറ്റ്സ് നടക്കാൻ 10 minutes ആണ്, ചില ഗേറ്റിലേക്ക് നടക്കാൻ 15 minutes. ഞാൻ കാണിച്ചു തരാം. ചില ഗേറ്റ്സിലേക്ക് 10 to 80 നടക്കാനായിട്ട് 15 minutes ആണ്. സോ ആ 15 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി വല്ലതും പോയി അവിടെ നിന്ന് ഗേറ്റ് വല്ലതും മാറ്റിയാൽ പിന്നെയും ഓടണം. സോ നല്ല ടൈം എടുക്കും കേട്ടോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഭയങ്കര പോപ്പുലറായി വരുന്നുണ്ട്. കോഫി ഷോപ്പാണ്. ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എയർപോർട്ട് എൻജോയ് കേട്ടോ. നല്ല അതേ കുട്ടികളുടെ പ്ലേ ഏരിയ, സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. കുട്ടികളുടെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ക്യാൻഡി ഷോപ്പും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്നാക്സും മറ്റേ മെക്ഡോണൾഡ്സും അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്, നല്ല ക്ലീൻ ബാത്റൂംസ്. ഐ ലവ് ഹോങ്കോങ് എയർപോർട്ട്. ഇതും മെക്ഡോണൾഡ്സ് ആണ്, ബ്യൂട്ടിഫുൾ നോ. മെക്ഡോണൾഡ്സും അങ്ങനത്തെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ അടിയിലേക്ക് പോകണം. ഇത് ഞാൻ ഫ്ലൈറ്റിൽ കയറിയതല്ല കേട്ടോ, ബാത്റൂമിലെ യൂറിനലിലുള്ള വ്യൂ ആണ്. ഇത് നോക്ക്. ായിട്ട് ബോർഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ ജപ്പാനിലെ ചോക്ലേറ്റ് റോയ്സ്, അയ്യോ അത് ഭയങ്കര റേറ്റ് കൂടുതൽ ഇവിടെ. അവിടുത്തെ ഡബിളാ, ഒരെണ്ണത്തിന് 1250 ഒരു ചെറിയ ബോക്സിന്. കിഡിലൻ ബിസിനസ് ക്ലാസ് ആണ്. ഇതിലൊക്കെയാണ് ശരിക്കും യാത്രയുണ്ട്. എനിക്ക് പക്ഷേ 1 ലക്ഷം രൂപയുടെ ഷൂസ് വാങ്ങാം, പക്ഷെ 1 ലക്ഷം രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. 10 വർഷമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇത് ഒരു 5 മണിക്കൂറല്ലേ ഉള്ളൂ. മുതലാളി പോയിട്ട് വരുന്നത് ലോഞ്ചിലൊക്കെ കയറി ആസ്വദിച്ചിട്ട്. അവിടെ പെട്ടിയൊന്നും വെക്കാൻ സ്ഥലമില്ല കേട്ടോ, ലാസ്റ്റ് എത്തിയതുകൊണ്ട്. ഇവിടെ ബാക്കിലേക്ക് അങ്ങോട്ട് പോവാ. ബിസിനസ് ക്ലാസ് അല്ലേ? ഓ 1 ലക്ഷം രൂപ കൂടെ കൊടുത്ത് അവിടെ ഏത് ഇത് വരുന്നുണ്ട്. വെറ്റ് വൈപ്സ് അല്ല, ഹോട്ട് ടവല്. എന്താ മുഖം തുടച്ചാ? കഷ്ടപ്പെട്ട എക്സ്പെൻസീവ് സൺസ്ക്രീൻ അന്തും ഇട്ട ദിവസങ്ങളില് ഇത് കൊണ്ടുവരും, തന്നില്ല. താങ്ക് യു. കണ്ട ഇവര് രണ്ടു സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് മുഖം തുടക്കില്ല കേട്ടാ. സിംഗപ്പൂർ അടിപൊളിയാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ നല്ല ചൈന, ഹോങ്കോങ്, സിംഗപ്പൂർ സെക്ടറൊക്കെ ആണെങ്കിൽ. പ്രോൺ സാലഡ്, പണ്ട് ഇതൊരു പാസ്ത വിത്ത് ഫിഷ്, വൈറ്റ് സോസ്, വെജിറ്റബിൾസ് കൂടെ ഹാഗൻഡാസ്, സാധാരണ അല്ല ഹാഗൻഡാസിന്റെ ഐസ്ക്രീം. അതിന്റെ പൊതുവെ വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും ഐസ്ക്രീം ഒക്കെ കിട്ടുന്നില്ല. ഇത് എൻജോയ് ചെയ്ത് സിനിമയും കണ്ടു, കോഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ എത്തും. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എത്തി. ഇനി സിംഗപ്പൂരിൽ സമയമില്ല കേട്ടോ, കറക്റ്റ് 1.5-2 മണിക്കൂറെങ്ങാണ്ടേ ഉള്ളൂ. ഇവിടുന്ന് പക്ഷേ പ്രിയ എനിക്കൊരു സാധനം വാങ്ങി തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ പർച്ചേസ്, എയർപോർട്ടിൽ നിന്നാണ് നല്ല കിടിലം പർച്ചേസ്. പക്ഷേ സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണേ, അത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റാണ് ഇപ്പോഴാണ് കിട്ടുന്നത് കയ്യിൽ. ഇതേ കാണുമ്പോൾ ഇതിൻ്റെ ഭയങ്കര ഓർക്കും, ഇപ്പം കാണുമോ പിന്നെ, പക്ഷെ അവൻ വന്നിന് ഓടി ഇങ്ങോട്ട് കയറുന്ന ഒരു സ്ഥലം ഇത്. ഈ ടെർമിനൽ 3 ആണെന്ന് തോന്നുന്നത്. ഹോങ്കോങ് എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ എയറിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടൊരു വ്യത്യാസമൊന്നുമില്ല, കുറച്ചും കൂടെ വലുതാന്നേ ഉള്ളൂ. പക്ഷേ ക്ലെനിനെസ്സും ക്ലാസ്സും എനിക്ക് ഭയങ്കരമായിട്ട് സിംഗപ്പൂരിനെ പോലെ തന്നെ തോന്നി. ഹോങ്കോങ്ങും ഷോ നമ്മുടെ സാധനം പോയി കളക്ട് ചെയ്യണം, ഓടണം, സമയമില്ല. എൻ്റെ ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് പ്രിയ ഫ്രണ്ടിലെത്തി. ഞങ്ങള് അതെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അന്തോന് വരെ മനസ്സിലായി. ഞാൻ ഒന്നും പറയാത്തത്, ആ ഗിഫ്റ്റ് ഇപ്പൊ കിട്ടുമല്ലോ, അതുകൊണ്ട് ഒന്നും പറയാത്തത്. സാധനം കാണിക്കൂ. താങ്ക് യു മാഡം, ഭയങ്കര പ്രിയയുടെ പുതിയ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ ഫോൺ എനിക്കാണ്. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് iPhone 16 Pro Max എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണെന്നാ തോന്നുന്നത്. ഞാൻ ബ്ലാക്ക് പ്രിയനോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞത്. ഇത് അന്തുവിന്റെ ഫ്രണ്ട് വഴി പ്രിയ എനിക്ക് വാങ്ങി തന്നതാണ്, അന്തുവിന്റെ കസിൻ വഴി, ബോണി വഴി. സോ സിംഗപ്പൂരിൽ നല്ല റേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി തൊട്ട്
ഞാൻ ഇതിലായിരിക്കും പുതിയ വ്ളോഗിങ്. പ്രിയയുടെ വീഡിയോസിന് ഇനി ക്വാളിറ്റി കൊടുക്കും, കാരണം പ്രിയ ഇനി എന്റെ ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത് 15 Pro Max. പ്രിയയുടെ 14 Pro Max നമ്മൾ കൊടുക്കും. നമ്മൾ എപ്പോഴും അങ്ങനെയാ ചെയ്യുന്നത്. പഴയത് കൊടുത്തിട്ട് എന്റെ പഴയത് പ്രിയക്ക് ഇട്ടിട്ട് പുതിയത് ഞാൻ എടുക്കും. അതുകൊണ്ട് നമുക്ക് വലിയ ലോസ് വരില്ലല്ലോ, എല്ലാ വർഷവും മാറ്റുന്നുണ്ട്. അടുത്ത കൂടെ ഞാനൊരു വീഡിയോ എടുത്തപ്പോ ഒരു കുട്ടി പറഞ്ഞ ചേച്ചി ആ ക്യാമറ ഒന്ന് തുടച്ചിട്ട് എടുക്കും. അതാ ഫോണിന്റെ ക്ലാരിറ്റി അത്രേ ഉള്ളൂ. 14 അല്ലേ അത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ബ്ലോഗ്സ് ഒക്കെ വേറെ ലെവലാക്കാം. ഇനിയിപ്പോ എന്നെ ഐശ്വര്യയാക്കി കളയോ? പിന്നല്ലാതെ അത് ഓൾറെഡി ആണല്ലോ. മതി ഫോൺ കിട്ടിയാന്ന് എനിക്ക് അറിയാം. ഇത് എത്ര നേരത്തേക്ക് ഉണ്ടെന്നാണോ? അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി. ഇനി ഉടനെ തന്നെ വേറെ ട്രിപ്പ് പോകണം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. ഇനി പൊളിക്കണം കേട്ടാ. ഓ, ഭാര്യനെ കാണുന്നതിന്റെ ഒരു ഇതാണ്, സന്തോഷമാണ്. അപ്പൊ അന്തു നമുക്ക് പിന്നെ നാളെ കാണാലോ. അതെ, മറ്റന്നാൾ വരുമോ? പിന്നെ ഇനി നമുക്കൊരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതെ, സേഫായി എത്തിച്ചിട്ടുണ്ട്. ചൈനീസ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയായിരുന്നു വീട്ടിൽ. ആൻഡ് വേദുവിനോട് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ വരുന്ന കാര്യം, കാരണം പിന്നെ അവൻ രാവിലെ സ്കൂളിൽ പോയില്ല. ഫ്രൈഡേ ആണ് അവന് സ്കൂളിൽ പോകാനുള്ളത്, ലാസ്റ്റ് ഡേ ആണ് വീക്കെൻഡിന് മുമ്പ്. സോ അവൻ പോയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അവൻ്റെ സർപ്രൈസ് റിയാക്ഷൻ ഒന്ന് എടുക്കാം. വേദു വരുന്നുണ്ട്, നമ്മൾ മിണ്ടാതിരിക്കാൻ പോകും. സ്കൂളിൽ പോയിട്ട് അവരങ്ങോട്ട് പോയി ആദ്യമേ. ഉണ്ടല്ലോ, എന്താ പോയി അവിടെയൊക്കെ നോക്കിയ? മനസ്സിലായ? അപ്പൊ വന്നത് എങ്ങനെ മനസ്സിലായി? എങ്ങനെ? മിസ് ചെയ്ത അപ്പനമ്മനെ കൊറേ മിസ് ചെയ്താ. എടാ, നീ സിനിമ ഒക്കെ കാണാൻ പോയില്ലേ പാത്തു ചേച്ചിയുടെ കൂടെ? വനത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അയൺമാന്റെ ഗ്ലൗസിന്റെ അകത്ത് പവറുള്ള അയൺമാന്റെ ഗ്ലൗസ് വേടാ, അതാ വേണ്ടത്. എടാ, നീ ഭയങ്കര സനി അടുത്തതെന്നു അല്ലേ? പ്രൊഫസർ ഹൾക്ക്. നോക്കട്ടെ, അമ്മ കണ്ടില്ലല്ലോ ഇത്. ഓ, ഇത് എന്താന്ന് അറിയോ? ഇത് ബാഗല്ലേ? പക്ഷേ ഈ ബാഗിൽ കണ്ണടക്കി, കണ്ണടച്ചോ ഓപ്പൺ. ഇതില് വേദിന്റെ ഫോട്ടോ വരും, ശാശയുടെ ഫോട്ടോ വരും, വീഡിയോ വരും. വേറെ കുട്ടികളൊക്കെ നോക്കി പറയും, ഓ വേദു ബാഗ്. ശാശയുടെ ഒക്കെ കേറ്റി തരാം. ഇത് വേദുവിന് ബെഡിൽ വെക്കാൻ ലൈറ്റ് ഇങ്ങനെ അടിക്കാം, ഇങ്ങനെ ഇനി വേദുവിന് പുതിയ ഫോൺ വിളിക്കാൻ പറ്റിയ വാച്ച്. എവിടെ പോയാലും എന്താ എവിടെ പോയാലും ഈ വാച്ച് കയ്യിലുണ്ടെങ്കിൽ അപ്പനെ വിളിക്കാം. ഓക്കെ, അറിയോ? അപ്പ അമ്മ വിളിച്ചാല് ഫോൺ എടുക്കണം. വേദന സംസാരിക്കാം, അപ്പ അമ്മനെ കാണാം, വാച്ച് കൂടെ. ഇതെന്താന്നറിയോ? ഇത് അപ്പ അമ്മ എവിടെ പോയാലും അപ്പ അമ്മ ഇത് ഇവിടെ വെക്കും. വേദുവിന് ഫോൺ വിളിക്കണമെങ്കിൽ ഇത് ബട്ടൺ പ്രസ് ചെയ്താൽ അപ്പനെ നേരിട്ട് ഫോൺ വിളിക്കാം, അപ്പനെ കാണുകയും ചെയ്യാം. വേദുവിന്റെ ന്യൂ ഫോൺ. അവനെന്തോ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല തോന്നുന്നു.
ഇത് അയൺമാന്റെ ടൂത്ത് ബ്രഷ്. ഇത് പ്രസ് ചെയ്യുമ്പോ അയൺമാന്റെ മാസ്ക് ഒക്കെ ഊരിയിട്ട് അകത്തുനിന്ന് ടൂത്ത് ബ്രഷ് ഒക്കെ വരും. എന്നാ അതുപോലെ തന്നെ ഷാഷയുടെ ടൂത്ത് ബ്രഷ്. ഓക്കെ ഹാപ്പി. ഇത് വൈകുന്നേരം അറിയാലോ എന്താണ്, പക്ഷെ ഇത് AC ഉള്ള ഫാനാ, അറിയോ? ഇതിൽ AC വരും കേട്ടാ. അത് കണ്ണടക്ക് വേദു. ഇത് ഇനി വേദുവിന് ഫോണിനായി ശാശയുടെ കവർ വേണമെന്ന് പറഞ്ഞില്ലേ, എന്നാ അതുകൊണ്ട് ഇപ്പൊ പോയിട്ടോ. അപ്പൊ ഓക്കെ, ഇനി വേദുവിന് അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി കുറെ ഡ്രസ്സുകളും ചോക്ലേറ്റ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അടിച്ചു പൊളിക്കണം കേട്ടാ. സൂപ്പറാണല്ലോ. ബാഗ് അത് നമുക്ക് വേദുവിന്റെ ഫോട്ടോ ഇടാം, അതോ ശാശയുടെ ഇടണോ? ശാശയുടെ. ഓക്കെ. അമ്മൂമ്മക്ക് എന്തായിരിക്കും? എന്താ പിന്നെ എല്ലാം ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, സ്പ്രേ ഉണ്ട്, സ്മോൾ അംബ്രല ഉണ്ട്. ഇന്ന് അമ്മൂമ്മക്ക് കൊടുക്കും. അവൻ അമ്മൂമ്മക്ക് സ്പെഷ്യലായി കൊടുക്കാൻ പറഞ്ഞതാണ്. അവൻ എന്റെ മെസ്സേജ് അമ്മൂമ്മക്ക് സ്പ്രേ വേണം എന്ന് പറഞ്ഞു. ഇനി ഇത് പ്രസ് ചെയ്ത് നോക്ക്, അകത്ത് നോക്ക്. ഇത് താഴെ കാണിച്ച ഗ്ലൗസ്. കൈ അടച്ചിട്ട് താഴെ കാണിക്ക്. ഇങ്ങനെ ഇതേ. റിയൽ അയൺമാൻ വേദു. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് ടോട്ടൽ ട്രാവൽ സീരീസ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ടോട്ടലി എൻജോയ് ചെയ്തു. നൗ ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു ചൈന അഗൈൻ. അതിന് മുമ്പ് ഇവിടെയൊക്കെ നമ്മൾ ബാങ്കോക്ക് ഫാഷന്റെ പുതിയ സാധനങ്ങളൊക്കെ ടാഗ് ചെയ്യാണ്. ചൈനയിൽ നിന്നുള്ള ഓർണമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എക്സിബിഷന് കാണും. November 30th and December 1st റാഡിസൺ ബ്ലൂ കൊച്ചി. അതിലൂടെ ഒരു ലക്കി ഡ്രോയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കിഡിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്വർണ്ണമാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വഴിയേ പറയാം. സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. എല്ലാവരും പേഴ്സണലി ഇൻവൈറ്റ് ആയിട്ട് കരുതിയിട്ട് റാഡിസൺ ബ്ലൂയിലേക്ക് വരണം. OHF ഫ്ലീ മാർക്കറ്റിലേക്ക് വരണം. ഓൾമോസ്റ്റ് 60+ വുമൺ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംമാതിരി വെറൈറ്റി കാണും, ഫുഡ് കാണും, ജ്വല്ലറി കാണും. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ബൈ.